Hi all, welcome to SRK Triple class. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിസംബർ 2023 നടന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ്. ബേസിക്സ് ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്നുള്ള സബ്ജക്റ്റിലെ പാർട്ട് 1, അതായത് ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലെ ആദ്യത്തെ 3 മോഡ്യൂളിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കോഴ്സ് കോഡ് EST 130. അപ്പോൾ ഇതിൽ മെയിനായിട്ട് 3 മോഡ്യൂൾസാണ് ഉള്ളത്. 3 മോഡ്യൂൾസിൽ പാർട്ട് എയും പാർട്ട് ബിയിലുള്ള ക്വസ്റ്റ്യൻസാണ് മെയിനായിട്ട് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പാർട്ട് എയിൽ 5 ക്വസ്റ്റ്യനാണുള്ളത്. ഓരോ ക്വസ്റ്റ്യനും 4 മാർക്ക് വീതമാണ്. അപ്പോൾ അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കമ്പയർ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് സർക്യൂട്ട്സ്. 4 മാർക്കിൻ്റെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് കമ്പയർ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് സർക്യൂട്ട്സ്. അപ്പോൾ ഇതിൽ നമുക്ക് ഏതെന്ന പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ സർക്യൂട്ട്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ കറണ്ട് ആയിരിക്കും മെയിൻ ടേം എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ക്ലോസ്ഡ് പാത്ത് ഫോർ ഇലക്ട്രിക് കറണ്ട്, അതാണ് നമ്മൾ ഫസ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. ക്ലോസ്ഡ് പാത്ത് ഫോർ ഇലക്ട്രിക് കറണ്ട്. അതിനെ മാഗ്നറ്റിക് സർക്യൂട്ട്സിൻ്റെ ഇതിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ക്ലോസ്ഡ് പാത്ത് ഫോർ മാഗ്നറ്റിക് ഫ്ലക്സ്, ഇതായിരിക്കും നമ്മളോട് ഉദ്ദേശിക്കുന്നത്. ക്ലോസ്ഡ് പാത്ത് ഫോർ ഇലക്ട്രിക്കൽ, ക്ലോസ്ഡ് പാത്ത് ഫോർ മാഗ്നറ്റിക് ഫ്ലക്സ്. അതേപോലെ ഇവിടെ ഇലക്ട്രിക് സർക്യൂട്ട്സിലെ കറണ്ട് എന്ന് പറയുന്നത് വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ്, ഓംസ് ലോ അനുസരിച്ച് നമുക്ക് ഇത് എഴുതാം. അതായത് I is equal to V/R എന്നുള്ള ഇക്വേഷൻ എഴുതാം. അപ്പോൾ ഇവിടെ മാഗ്നറ്റിക് സർക്യൂട്ട്സിലാണെന്നുണ്ടെങ്കിൽ ഫ്ലക്സ് ഇസ് ഈക്വൽ ടു MMF ഡിവൈഡഡ് ബൈ റിലക്റ്റൻസ് എന്നുള്ള ഇക്വേഷൻസ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. അതേപോലെ ഇലക്ട്രിക് സർക്യൂട്ട്സിൽ നമ്മൾ EMF എന്ന് പറയുന്നത് പോലെ മാഗ്നറ്റിക് സർക്യൂട്ട്സിൽ ദിസ് വിൽ ബി MMF. അതേപോലെ ഇലക്ട്രിക് സർക്യൂട്ട്സിൽ നമ്മൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്നതിന് പോലെ മാഗ്നറ്റിക് സർക്യൂട്ട്സ് നമ്മൾ പറയുന്ന ഒരു ടൈമാണ് റിലക്റ്റൻസ് എന്ന് പറയുന്നത്. അതേപോലെ ഇവിടെ കറണ്ട് ഡെൻസിറ്റി എന്ന് പറയുന്ന പോലെ ഇവിടെ നമുക്ക് ഫ്ലക്സ് ഡെൻസിറ്റി പറയാം. കറണ്ട് ഡെൻസിറ്റി പോലെ ഇവിടെ ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയാം. ഇവിടെ നമുക്ക് വോൾട്ടേജ് ഡ്രോപ്പ്, ഇലക്ട്രിക് സർക്യൂട്ട്സ് വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് MMF ഡ്രോപ്പ് എന്ന് നമുക്ക് പറയാം, MMF ഡ്രോപ്പ്. അതേപോലെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി, ഇലക്ട്രിക് സർക്യൂട്ട്സിൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നതിനെ പോലെ ഇവിടെ നമുക്ക് പറയാവുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറയാം, മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. അതേപോലെ ഇവിടെ നമുക്ക് കണ്ടക്റ്റൻസ് എന്ന് പറയാം. കണ്ടക്റ്റൻസ് പറയുമ്പോൾ ഇവിടെ നമുക്ക് പെർമിയൻസ് എന്നും പറയാം, പെർമിയൻസ്. അതേപോലെ ഇവിടെ കണ്ടക്ടിവിറ്റി എന്ന് പറയുമ്പോൾ എന്താ, പെർമിയബിലിറ്റി, കണ്ടക്ടിവിറ്റി അഥവാ പെർമിയബിലിറ്റി. സോ ദീസ് ആർ ദ ബേസിക് ഡിഫറൻസ് ബിറ്റ്വീൻ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് സർക്യൂട്ട്സ്. അപ്പം ഏതെങ്കിലും 4 പോയിന്റ്സ് ആയിരിക്കും നമുക്ക് എക്സാമിന് എഴുതേണ്ടത്. 4 മാർക്ക് കിട്ടും, ഓരോ പോയിന്റ്സിന് ഓരോ മാർക്ക് കിട്ടും. അപ്പോൾ രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് സ്കെച്ച് ദ കറണ്ട് ആൻഡ് വോൾട്ടേജ് വേവ് ഫോം ഇഫ് I is equal to I sin omega t minus 60 and V is equal to V cos 30 omega t plus 30 degree. What is the phase difference between these two waveforms എന്നാണ്. അപ്പോൾ നമ്മുടെ തന്നിരിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്. V is equal to V cos 30 omega plus 30 and I equal to I sin omega t minus 60. അപ്പോൾ നമ്മളിത് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് രണ്ടും ഒരേപോലുള്ള ഫോമിലാക്കുക. അതായത് എയ്തർ വോൾട്ടേജിനെ സൈൻ ഫോമിലാക്കണം, അല്ലാതെ കറണ്ടിനെ കോസ് ഫോമിലാക്കുക. ഏതെങ്കിലും ഒരു ഫോമിലാക്കി കഴിഞ്ഞാൽ ഫേസ് ഡിഫറൻസ് കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ഈ കോസ് എന്ന് പറയുന്നത് സൈൻ ആക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി, 90 പ്ലസ് ഒമേഗ ടി ചെയ്താൽ മതി. അപ്പം ഈ V എന്ന് പറയുന്നത് ഞാൻ ചേഞ്ച് ചെയ്യുകയാണ്. സോ V ഈസ് ഈക്വൽ ടു V cos ഓഫ് 90 പ്ലസ് ഒമേഗ ടി പ്ലസ് 30 ഡിഗ്രി എന്ന് എഴുതുകയാണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദിസ് ബിക്കംസ് V സൈൻ ഒമേഗ ടി പ്ലസ് 120 ഡിഗ്രി എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ V ഈസ് ഈക്വൽ ടു V സൈൻ ഒമേഗ ടി പ്ലസ് 120 ഡിഗ്രി എന്നും I ഈസ് ഈക്വൽ ടു I സൈൻ ഒമേഗ ടി മൈനസ് 60 ഡിഗ്രി നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇത് തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മളിത് പ്ലോട്ട് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വോൾട്ടേജ് വെക്ടർ എന്ന് പറഞ്ഞാൽ 120 ഡിഗ്രി പ്ലസ് 120 ഡിഗ്രി എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി നമ്മൾ ഇവിടെയാണ് നമ്മൾ വരയ്ക്കുന്നുണ്ടെങ്കിൽ ബി. സപ്പോസ് ദിസ് ഇസ് മൈനസ് 60 ഡിഗ്രി, കറണ്ട് മൈനസ് 60 ഡിഗ്രി ആയിട്ട് ഞാൻ താഴോട്ട് വരയ്ക്കുന്നത് മൈനസ് 60 ഡിഗ്രി, ദിസ് I. So the phase difference between these two will be equal to 180 degree.
അപ്പോൾ ഇവിടെ വെച്ച് നമുക്ക് പറയാം എന്താണ് ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത് വോൾട്ടേജ് കറണ്ട് തമ്മിലുള്ളതെന്ന് പറയുന്നത് എന്താണ് 120 minus 60 that is equal to 180 degree. 120 plus 60 degree is equal to 180 degree എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിൻ്റെ വേവ് ഫോംസ് നമ്മൾ പ്ലോട്ട് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് 60 ഡിഗ്രി ഇതാണെന്നുണ്ടെങ്കിൽ 60 ഡിഗ്രിയിൽ നമുക്ക് എന്തുവാ ദിസ് ഈസ് മൈ കറണ്ട് വേവ് ഫോം ഇങ്ങനെ ആയിരിക്കും പോകുന്നത്. അപ്പോൾ ഒരു വോൾട്ടേജ് വേവ് ഫോം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വോൾട്ടേജ് വേവ് ഫോം എന്താ ഒമേഗ ടി പ്ലസ് 120 ഡിഗ്രിയാണ്. ഒമേഗ ടി പ്ലസ് 120 ഡിഗ്രി. സോ ഇറ്റ് വിൽ ബി ഇങ്ങനെയായിരിക്കും പോകുന്നത്. ദിസ് ഈസ് മൈ വോൾട്ടേജ്, ദിസ് ഈസ് വോൾട്ടേജ്, ദിസ് ഈസ് ആൻഡ് കറണ്ട്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസറായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. മൂന്നാമത്തെ ക്വസ്റ്റൻ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ദ ഫോളോയിങ് ടേംസ് റിലക്റ്റൻസ്, ഫ്ലക്സ് ഡെൻസിറ്റി, MMF, പെർമിയബിലിറ്റി. അപ്പോൾ ഇതിൻ്റെ ഓരോന്നിനും ഡെഫിനിഷൻ മാഗ്നറ്റിക് സർക്യൂട്ട്സ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമുക്ക് സാധാരണ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻസ് ആണ് റിലക്റ്റൻസിൻ്റെ ഡെഫിനിഷൻ. അപ്പോൾ റിലക്റ്റൻസ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, ഒപ്പോസിഷൻ offered to the magnetic lines of force in a magnetic field. അതാണ് റിലക്റ്റൻസ് എന്ന് പറയുന്നതിൻ്റെ ഡെഫിനിഷൻ. സോ S is equal to L by mu0 mu r A. ഇതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫ്ലക്സ് ഡെൻസിറ്റി. ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുന്നത് ഫ്ലക്സ് പെർ യൂണിറ്റ് ഏരിയ. സിംപ്ലി നമുക്ക് പറയാം ഫ്ലക്സ് പാസിംഗ് ത്രൂ യൂണിറ്റ് ഏരിയ. റിയൽ ഡെഫിനേഷൻ നമ്മൾ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഫ്ലക്സ് പാസിംഗ് ത്രൂ യൂണിറ്റ് ഏരിയ through a plane at right angles to the plane. നമുക്ക് എഴുതാം. ഫ്ലക്സ് ഡെൻസിറ്റി റിപ്രസെൻ്റ് ലെറ്റർ ബി ആണ്. സോ ബി ഈസ് ഈക്വൽ ടു 5/A. യൂണിറ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെബർ പെർ മീറ്റർ സ്ക്വയർ എന്ന് എഴുതാം, അല്ലാന്നുണ്ടെങ്കിൽ ടെസ്ല. രണ്ടുമാണ് ഇതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. അടുത്തത് MMF എന്ന് പറയുന്നത് മാഗ്നറ്റോ മോട്ടീവ് ഫോഴ്സ് ആണ്. മാഗ്നറ്റോ മോട്ടീവ് ഫോഴ്സ് എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ, മാഗ്നറ്റിക് പ്രഷർ. MMF is defined as the magnetic pressure which sets up the magnetic flux in a magnetic circuit. ഇതാണ് ഇതിൻ്റെ ഡെഫിനേഷനായിട്ട് നമുക്ക് പറയാവുന്നത്. MMF എന്ന് പറയുന്നത് MMF is equal to N into I, നമ്പർ ഓഫ് ടേൺസ് ഇൻറ്റു കറണ്ട്. ആംബിയർ ടേൺ ആണ് MMFൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. ദെൻ ലാസ്റ്റ് വൺ ഈസ് ദ പെർമിയബിലിറ്റി. പെർമിയബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? പെർമിയബിലിറ്റി എന്ന് പറയുന്നത് permeability of a material is its conductivity for the magnetic flux or the you can say or the material to allow the magnetic lines of force. ഇതാണ് ഡെഫിനേഷനായിട്ട് നമുക്ക് പറയാം. അപ്പോൾ ഈ 4 ടേംസിൻ്റെയും ഡെഫിനേഷൻ എന്ന് ഇത്രേ ഉള്ളൂ. നമുക്ക് ഇതേപോലെ നമുക്ക് എഴുതിയ ഓരോ ടേംസിനും ഓരോ മാർക്ക് കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഷോ ദാറ്റ് ഫോർ സൈനസോയ്ഡൽ വോൾട്ടേജ് RMS വാല്യൂ ഈസ് 0.707 ഓഫ് ഇറ്റ്സ് മാക്സിമം വാല്യൂ. അതായത് VRMS is equal to 0.707 VM എന്നും നമുക്ക് പ്രൂവ് ചെയ്യണം. സോ ഫോർ ദാറ്റ് ഫസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുക ഒരു സൈൻ വേവ്. ഇതാണ് നമ്മൾ സൈൻ വേവ് കൺസിഡർ ചെയ്യുന്ന സൈൻ വേവ് ഒമേഗ ടി. ഇതെന്ന് പറയുന്നത് നമ്മുടെ വോൾട്ടേജ് ആണ്. സോ മാക്സിമം വാല്യൂ ഞാൻ VM എന്ന് എടുക്കുകയാണ്. സോ 0, π, 2π. അപ്പോൾ ഡിഫറെൻറ്റ് വേവ് ഫോംസിൻ്റെ RMS വാല്യൂ, ആവറേജ് വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളത് നമ്മൾ നമ്മുടെ വീഡിയോസിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. കാണാത്തവരത് കാണുക. ഇപ്പം നമുക്ക് ചെയ്യേണ്ടത് ഫസ്റ്റ് തിങ്, നമ്മൾ ആദ്യം തന്നിരിക്കുന്ന വേവ് ഫോം സിമെട്രിക്കലാണോ അൺസിമെട്രിക്കലാണോ ചെക്ക് ചെയ്യണം. സോ ഹിയർ തന്നിരിക്കുന്ന വാല്യൂ സിമെട്രിക്കൽ വേവ് ഫോമാണ്. അതുകൊണ്ട് VRMS എന്ന് പറയുന്നത് നമ്മൾ
ഒരു ഓൾട്ടർനേഷൻ ആയിരിക്കും എടുക്കുന്നത്. അതായത് വി ആർ എം എസ് ഇക്വൽ ടു 1 ഡിവൈഡഡ് ബൈ പൈ ഇൻ്റഗ്രൽ 0 ടു പൈ വി എം സ്ക്വയർ സൈൻ സ്ക്വയർ ഒമേഗ ടി ഡി ഒമേഗ ടി എന്നുള്ള ഇക്വേഷനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് വി എം സ്ക്വയർ ബൈ പൈ എടുക്കുക. സൈൻ സ്ക്വയർ ഒമേഗ ടിക്ക് പകരം നമ്മൾ 0 ടു പൈ 1 മൈനസ് കോസ് 2 ഒമേഗ ടി ബൈ 2 ഡി ഒമേഗ ടി നമുക്ക് എഴുതാം. അപ്പോൾ റൂട്ട് ഓഫ് വി എം സ്ക്വയർ ബൈ 2 പൈ ഇൻറ്റു 2 പുറത്തുള്ളൂ. അപ്പോൾ 1ൻ്റെ ഇൻ്റഗ്രലിൽ നിന്ന് ഒമേഗ ടിയും കോസ് 2 ഒമേഗ ടിയുടെ ഇൻ്റഗ്രലിൽ നിന്ന് സൈൻ 2 ഒമേഗ ടി ബൈ 2 എന്ന് നമുക്ക് എഴുതാം. സോ 0 ടു പൈ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു. അങ്ങനെ എഴുതുമ്പോൾ നമുക്ക് വി എം സ്ക്വയർ ബൈ 2 പൈ ഇൻറ്റു പൈ മൈനസ് സൈൻ 2 പൈ ബൈ 2 മൈനസ് 0 പ്ലസ് സൈൻ 0 എന്നായിരിക്കും നമുക്ക് കിട്ടുന്നത്. സൈൻ 2 പൈയും സൈൻ 0യും 0 ആണ്. അപ്പോൾ റിസൾട്ട് എന്ന് പറയുന്നത് എന്താണ്? വി എം സ്ക്വയർ ബൈ 2 പൈ ഇൻറ്റു പൈ എന്ന് കിട്ടും. പൈ ക്യാൻസൽ ആയി കഴിഞ്ഞാൽ വി ആർ എം എസ് ഇസ് ഈക്വൽ ടു വി എം സ്ക്വയർ ബൈ 2 റൂട്ട് ഓഫ് വി എം സ്ക്വയർ ബൈ 2, അതായത് വി എം ബൈ റൂട്ട് 2 എന്ന് കിട്ടും. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് 1 ബൈ റൂട്ട് 2 എന്ന് പറയുന്നത് 0.707 ഓഫ് വി എം. അങ്ങനെ നമുക്ക് ആർ എം എസ് വാല്യൂ എന്ന് പറയുന്നത് 0.707 ഇൻറ്റു വി എം എന്ന് നമുക്ക് കിട്ടും. ഇതാണ് 4ാമത്തെ ക്വസ്റ്റിൻ്റെ ഉത്തരം എന്ന് പറയുന്നത്. ഇനി 5ാമത്തെ ക്വസ്റ്റ്യൻ, the impedance of an RL series circuit is 50 plus j 100 ohm when the supply frequency is increased from 50 Hz to 100 Hz. What will be the impedance? അപ്പം നമുക്ക് തന്നിട്ടുണ്ട് ഇസഡ് എന്ന് പറയുന്നത്, നമുക്കറിയാം ഇസഡ് എന്ന് പറയുന്നത് ആർ പ്ലസ് ജെ എക്സ് ആണ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് ഇസഡ് ഇസ് ഈക്വൽ ടു 50 പ്ലസ് ജെ 100 ഓം എന്ന് തന്നിരിക്കുകയാണ്. അത് 50 ഹെർട്സ് ഫ്രീക്വൻസി ആയിരിക്കുമ്പോൾ ഉള്ളതാണ്. നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് 100 ഹെർട്സ് ആയിരിക്കുമ്പോൾ വാട്ട് വിൽ ബി ദ ഇംപിഡൻസ്. അപ്പം അതിന് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എക്സിൻ്റെ വാല്യൂ എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 100 ആണ്. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് 2 പൈ എഫ് എൽ ഈസ് ഈക്വൽ ടു 100. സോ ഫ്രം ദിസ് വാട്ട് ഈസ് എൽ? എൽ എന്ന് പറയുന്നത് 100 ഡിവൈഡഡ് ബൈ 2 പൈ ഇൻറ്റു 50 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻഡക്ടറിൻ്റെ വാല്യൂ കിട്ടും. ഇൻഡക്ടറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0.318 ഹെൻറി എന്ന് നമുക്ക് കിട്ടി. ഇനി പുതിയ ഇംപിഡൻസ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ എന്തുവാ? ഇസഡ് ന്യൂ ഇസ് ഈക്വൽ ടു ആർ പ്ലസ് ജെ എക്സ് ന്യൂ എന്ന് നമുക്ക് എഴുതാം. കാരണം ആർ എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻ്റ് ഓഫ് ഫ്രീക്വൻസി മാറുന്നതുകൊണ്ട് ആ റെസിസ്റ്റൻസിൻ്റെ വാല്യൂയിൽ ഒരു ചേഞ്ചും ഉണ്ടാവത്തില്ല. അപ്പോൾ പുതിയ എക്സ് ന്യൂ എന്ന് പറയുന്നത് എന്താണ്? 2 പൈ എഫ് ഇൻറ്റു എൽ. അപ്പം ദറ്റ് ഈസ് 2 പൈ ഇൻറ്റു 100 ഇൻറ്റു എല്ലിൻ്റെ വാല്യൂ 0.318 ചെയ്യുമ്പോൾ നമുക്കിവിടെ എക്സ് ന്യൂ എന്ന് പറയുന്നത് 200 ഓം എന്ന് കിട്ടി. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദ ന്യൂ ഇംപീഡൻസ് വിൽ ബി ഈക്വൽ ടു 50 പ്ലസ് ജെ 200 ഓം ആയിരിക്കും. ദിസ് ഈസ് അവർ ആൻസർ. അപ്പോൾ വാട്ട് വിൽ ബി ദ ന്യൂ വാല്യൂ ഓഫ് ഇംപീഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂ വാല്യൂ ഓഫ് ഇംപീഡൻസ് എന്ന് പറയുന്നത് ഇതാണ്, ഇത് 50 പ്ലസ് ജെ 100 ഓം. അതായത് ഫ്രീക്വൻസി 50 ഹെർട്സിൽ നിന്ന് 100 ഹെർട്സിലോട്ട് മാറിയപ്പം ഇംപിഡൻസ് എന്ന് പറയുന്നത് 50 പ്ലസ് ജെ 100 നിന്ന് 50 പ്ലസ് ജെ 200 ആയിട്ട് മാറി. ഓക്കെ, അപ്പോൾ ഇതാണ് ഇംപിഡൻസിൻ്റെ പുതിയ ഇംപിഡൻസ് കിട്ടിയത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോ നെക്സ്റ്റ് പാർട്ട് ബി ആണ്. പാർട്ട് ബിയിൽ ആൻസർ എനി വൺ ഫുൾ ക്വസ്റ്റ്യൻ ഫ്രം ഈച്ച് മൊഡ്യൂൾ. ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരി 10 മാർക്സ് എന്നാണ്. അപ്പം 2 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഒരു ഇതിൽ വരുന്നത്, ഒരു മൊഡ്യൂളിൽ നിന്ന്. അതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യണം. നമുക്ക് ആദ്യത്തിലെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ മെഷ് അനാലിസിസിലുള്ളൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ കറണ്ട് ത്രൂ 10 ഓം റെസിസ്റ്ററാണ് നമ്മളെടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ഈ പ്രോബ്ലം കോപ്പി ചെയ്യുക. കോപ്പി ചെയ്ത ശേഷം ഫസ്റ്റ് മെഷ് അനാലിസിസ് ആയതുകൊണ്ട് ഐഡൻറ്റിഫൈ ദ മെഷേഴ്സ്. അപ്പോൾ നമുക്ക് ഇതൊരു മെഷേർഡ് എടുക്കാം. ദറ്റ് ഈസ് V1 R2 R1 ഒരു മെഷേർഡ് എടുക്കാം. R1 R3 V2 അനദർ മെഷ്. R2 R3 R4 വേറൊരു മെഷേർഡ് നമുക്ക് എടുക്കാം. മൊത്തം 3 മെഷാണ് ഉള്ളത്. അപ്പോൾ ഞാൻ ഈ മെഷിനെ കറണ്ട് I1 എന്നും ഈ മെഷിലുള്ള കറണ്ടിനെ I2 എന്നും ഈ മെഷിലുള്ള കറണ്ടിനെ I3 എന്നും എടുക്കുകയാണ്. സോ അങ്ങനെ എടുത്തു കഴിയുമ്പം ഇവിടെ ഞാൻ ഫസ്റ്റ് മെഷേർഡ് കൺസിഡർ ചെയ്യുന്ന ഞാൻ വരയ്ക്കുകയാണ്. ദിസ് ഈസ് 10 ഓം, അത് കഴിഞ്ഞിട്ട് 2 ഓം ആൻഡ് 8 ഓം ഞാൻ വരച്ചു. 2 ഓം ആൻഡ് 8 ഓം. അപ്പോൾ ഇതിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് I1 ആണ്. അപ്പോൾ 8 ഓമിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് I3യും 2 ഓമിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് I2 ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇക്വേഷൻസ് അപ്പോൾ പ്ലസ് മൈനസ് മാർക്ക് ചെയ്യുന്നു. പ്ലസ് മൈനസ്, സോ പ്ലസ് മൈനസ്, ഇവിടെ പ്ലസ് മൈനസ് മാർക്ക് ചെയ്തു. അപ്പോൾ ഇവിടെ ഇക്വേഷൻ എഴുതുമ്പോൾ നമുക്ക് എന്ത് എഴുതാം? -10I1. ഓക്കെ, പ്ലസ് ടു മൈനസ് മൈനസ് ആയിട്ട് എടുക്കുകയാണ്. സോ -10I1 മൈനസ് ഓഫ് 8 ഇൻറ്റു I1 മൈനസ് I3 മൈനസ് 2 ഇൻറ്റു
I1 മൈനസ് I2 ഇസ് ഈക്വൽ ടു 0. ഇതാണ് നമ്മുടെ ഫസ്റ്റ് മെഷിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ അങ്ങനെ എഴുതുമ്പം നമുക്ക് കിട്ടും 20I1 മൈനസ് ഓഫ് 20I1 പ്ലസ് 2I2 പ്ലസ് 8I3 ഇസ് ഈക്വൽ ടു 0 നമുക്ക് കിട്ടും. ഇതാണ് നമുക്ക് കിട്ടിയ ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ മെഷീൻ ഞാൻ കൺസിഡർ ചെയ്യുന്നത് R2 ആണ്. അതായത് ഇത് 2 ഓം, ദെൻ ഒരു 6 ഓം, പിന്നെ ഒരു ഈ വോൾട്ടേജും കൂടെ വരും 50 വോൾട്ട്, 50 വോൾട്ട്. സോ ഇതിലാണ് നമ്മൾ കൺസിഡർ ചെയ്ത് I2. സോ ദിസ് ഈസ് പ്ലസ് മൈനസ്, ഇത് പ്ലസ് മൈനസ്. അപ്പോൾ ഇതിൽ I3 എന്ന് പറഞ്ഞ കറണ്ട് ഇങ്ങനെയും I1 എന്ന് പറഞ്ഞ കറണ്ട് ഈ ഡയറക്ഷനിലാണ് ഫ്ലോ ചെയ്യുന്നത്. സോ അപ്പോൾ ഇക്വേഷൻ എഴുതുമ്പം മൈനസ് ഓഫ് 2 ഇൻറ്റു I2 മൈനസ് I1 മൈനസ് 6 ഇൻറ്റു I2 മൈനസ് I3. ഇവിടെ വരുമ്പോൾ -2 പ്ലസ് ആണ്. -2 പ്ലസ് ആകുമ്പോൾ ഞാൻ പ്ലസ് 50 ഈക്വൽ ടു 0 എന്ന് എഴുതി. അപ്പം സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 2I1 മൈനസ് 8I2 പ്ലസ് 6I3 ഇസ് ഈക്വൽ ടു -50. ഇതിനെ ഫസ്റ്റ് ഇക്വേഷൻ എന്ന് കൊടുക്കുന്നു, ഇതിനെ സെക്കൻഡ് ഇക്വേഷൻ എന്ന് കൊടുക്കുന്നു. ഇനി നമുക്ക് മൂന്നാമത്തെ മെഷിൻ്റെ ഇക്വേഷൻ എഴുതണം. മൂന്നാമത്തെ മെഷിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് അവിടെ നമുക്ക് വരുന്നത് ഒരു 8 ഓം റെസിസ്റ്റർ വരുന്നുണ്ട്. ഒരു 8 ഓം റെസിസ്റ്ററും ഒരു വോൾട്ടേജ് സോഴ്സ്, ഒരു 10 വോൾട്ട് വോൾട്ടേജ് സോഴ്സ് ഉണ്ട്. പിന്നെ ഇവിടെ ഒരു 6 ഓം റെസിസ്റ്ററും കൂടെ ഉണ്ട്. ഇത് 6 ഓം റെസിസ്റ്റർ. അപ്പോൾ ഇതിൽ ഈ കറണ്ട് എന്ന് പറയുന്നത് I1 എന്നും ഇതിലുള്ള കറണ്ട് I3 ആയിട്ട് എടുക്കുന്നു. I2 തുറന്ന് ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ഇത് പ്ലസ് മൈനസ്, ഇവിടെ വരുമ്പോൾ ഇത് പ്ലസ് മൈനസ് ആയിട്ട് എടുക്കുന്നു. അപ്പോൾ ഇവിടെ ഇക്വേഷൻ എഴുതുമ്പം എന്താ -8 ഇൻറ്റു I3 മൈനസ് I1, പിന്നെ ഇവിടെ എന്താ -2 പ്ലസ് ആണ് വരുന്നത്. -2 പ്ലസ് എന്ന് പറയുമ്പോൾ നമുക്ക് പ്ലസ് 10 എഴുതാം. മൈനസ് ഓഫ് 6 ഇൻറ്റു I3 മൈനസ് I2 ഇസ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. സോ അങ്ങനെയാണെങ്കിൽ 8I1 പ്ലസ് 6I2 മൈനസ് 14I3 ഇസ് ഈക്വൽ ടു -10. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 3. അപ്പോൾ നമുക്ക് 3 ഇക്വേഷൻസ് നമുക്ക് കിട്ടി. 3 ഇക്വേഷൻസ് ആണ് നമുക്കിവിടെ മൊത്തത്തിൽ നമുക്ക് കിട്ടിയത്. അപ്പോൾ ഏതൊക്കെയാണ് കിട്ടിയതെന്ന് വെച്ചാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് എഴുതാം. -20I1 പ്ലസ് 2I2 പ്ലസ് 8I3 ഈക്വൽ ടു 0. ദിസ് ഫസ്റ്റ് ഇക്വേഷൻ. അടുത്ത 2I1 മൈനസ് 8I2 പ്ലസ് 6I3 ഈസ് ഈക്വൽ ടു -50, സെക്കൻഡ് ഇക്വേഷൻ. ദിസ് ദ തേർഡ് ഇക്വേഷൻ. അപ്പോൾ ഈ മൂന്നെണ്ണവും കൂടെ നമുക്ക് ഒന്നുകൂടെ നമുക്ക് എഴുതാം. ദറ്റ് ഈസ് -20I1 പ്ലസ് 2I2 പ്ലസ് 8I3 ഇസ് ഈക്വൽ ടു 0, ഫസ്റ്റ് ഇക്വേഷൻ. സെക്കൻഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് 2I1 മൈനസ് 8I2 പ്ലസ് 6I3 ഇസ് ഈക്വൽ ടു -50, ആൻഡ് third one is 8I1 plus 6I2 minus 14I3 is equal to -10. ഇതാണ് നമുക്ക് കിട്ടിയ 3 ഇക്വേഷൻസ്. അപ്പോൾ ഇത് ഞാൻ അടുത്ത മെട്രിക്സ് ഫോമിൽ എഴുതാണ്. -20, 2, 8, 2, -8, 6, 8, 6, -14 of I1, I2, I3 that is equal to 0, -50, -10. അപ്പോൾ ഇത് മൂന്നും ഇക്വേഷൻ നമ്മൾ കാൽക്കുലേറ്റർ സോൾവ് ചെയ്യുമ്പം വി ഗെറ്റ് I1 is equal to 6 ആംപിയർ, I2 is equal to 16 ആംപിയർ, ആൻഡ് I3 is equal to 11 ആംപിയർ എന്ന് നമുക്ക് ആൻസർ കിട്ടും. നമ്മുടെ എയിം എന്ന് പറയുന്നത് 10 ഓമിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എത്രയാണെന്ന് കണ്ടുപിടിക്കുക. കറണ്ട് ത്രൂ 10 ഓം റെസിസ്റ്റർ എന്ന് പറയുന്നത് I1 ആണ്. അപ്പോൾ ദിസ് ഈസി. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കുക എന്താണ് കറണ്ട് ത്രൂ 10 ഓം റെസിസ്റ്റർ. കറണ്ട് ത്രൂ 10 ഓം റെസിസ്റ്റർ ഇസ് ഈക്വൽ ടു 6 ആംപിയർ. 6 ആംപിയർ. ഓക്കെ, അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10 മാർക്ക് കിട്ടും. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഫൈൻഡ് ദ കറണ്ട് ത്രൂ 5 ഓം റെസിസ്റ്റർ യൂസിങ് നോഡ് അനാലിസിസ്. നോഡ് അനാലിസിസിലൂടെ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിഫൈ ദ നമ്പർ ഓഫ് നോഡ്സ്. ഓക്കെ, സോ വി ഹാവ് 2 നോഡ്സ്. 2 നോഡാണ് ഈ പ്രോബ്ലത്തിലുള്ളത്. ഫസ്റ്റ് നോഡ് ഇതാണ്. ഫസ്റ്റ് നോഡിലെ വോൾട്ടേജ് V1 എന്നും രണ്ടാമത്തെ നോഡിലെ വോൾട്ടേജ് V2 എന്ന് മാർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇത് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആയതുകൊണ്ടാണ് ഞാൻ കുറച്ച് സ്പീഡിൽ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എക്സാക്ട് കൺസെപ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനലിൽ എല്ലാ വീഡിയോസും ഡീറ്റെയിൽഡ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. കാണാത്തവരത് കാണുക. സോ അപ്പോൾ ഇവിടെ നമുക്ക് ഈ പ്രോബ്ലത്തിൽ 2 നോഡ്സാണ് ഉള്ളത്, V1 ആൻഡ് V2. അതല്ലാതെ ഒരു നോഡും ഉള്ളത്. ഇതാണ് റെഫറൻസ് നോഡായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നോഡ് കൺസിഡർ ചെയ്യുമ്പം അവിടെ എപ്പോഴും അസ്യൂം ചെയ്യുക ഫസ്റ്റ് നോഡിൽ വരുന്നത്. ഇപ്പം നോഡ് 1 ഞാൻ കൺസിഡർ ചെയ്യുന്നു വയ്ക്കുക. നോഡ് 1ൽ നമുക്ക് വരുന്നത് ഇത്രയേ ഉള്ളൂ. ഒരു 4 ആംപിയർ കറണ്ട് ഉണ്ട്.
പിന്നെ ഒരു റെസിസ്റ്റൻസ്. ഇത്രയും മാത്രമേ ഉള്ളൂ ഫസ്റ്റ് നോഡിൽ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഫസ്റ്റ് നോഡിൽ ഇത്രയും മാത്രമേ വരുന്നുള്ളൂ. ഇത് V1ഉം ഇത് V2. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ കൺസിഡർ ചെയ്യുന്ന നോഡിൽ എപ്പോഴും കറണ്ട് ലീവ് ചെയ്യുന്നു അസ്യൂം ചെയ്യുക. ദർ ഇസ് നോ കറണ്ട് സോഴ്സ്. അപ്പോൾ ഈ കറണ്ട് സോഴ്സ് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നതുകൊണ്ട് ആ ഡയറക്ഷൻ ഇങ്ങനെ തന്നെ ആയിരിക്കും. സോ ദിസ് വിൽ ബി ദിസ്. ഇവിടുത്തെ കറണ്ട് ലീവ് ചെയ്യുന്നു, ഇവിടുത്തെ കറണ്ട് ലീവ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഇക്വേഷൻ എഴുതുകയാണെന്നുണ്ടെങ്കിൽ വാട്ട് ഈസ് ദ കറണ്ട് ത്രൂ. അപ്പോൾ കറണ്ട് എൻറ്ററിങ് ഈസ് ഈക്വൽ ടു 4 ആണ് കറണ്ട് എൻറ്ററിങ്. കറണ്ട് ലീവിംഗ് എന്ന് പറഞ്ഞാൽ ഈ 2 ഓമിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് നമുക്ക് എഴുതാം V1/2. അതേപോലെ ഈ 5 ഓമിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് V1 - V2/5. ഇത്രേ ഉള്ളൂ. ഫസ്റ്റ് ഇക്വേഷൻ കഴിഞ്ഞു. ഫസ്റ്റ് ഇക്വേഷൻ കഴിഞ്ഞെന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എഴുതാം 1/2 + 1/5. 1/2 + 1/5 ഓഫ് V1 - V2/5 ഈസ് ഈക്വൽ ടു 4. ഇക്വേഷൻ നമ്പർ 1 എന്ന് നമുക്ക് എഴുതി. അതേപോലെ രണ്ടാമത്തെ കേസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ കേസിൽ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ നോഡ് വരുന്നത്. രണ്ടാമത്തെ നോഡിൽ ഇത് 2 ഓം 8 വോൾട്ട്, ഇത് 5 ഓം, ഇത് V1, ഇത് V2. ഇവിടെയും നമ്മൾ കൺസിഡർ ചെയ്യുന്ന എല്ലാ കറണ്ടും ലീവ് ചെയ്യുന്നു. ദർ ഇസ് നോ കറണ്ട് സോഴ്സ്. എല്ലാ കറണ്ടും ലീവ് ചെയ്യുന്നു എന്ന് അസ്യൂം ചെയ്യുകയാണ്. ലീവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സോ ദർ ഇസ് നോ കറണ്ട് എൻറ്ററിങ്, സോ 0. ബട്ട് ഇത് കറണ്ട് ഫ്ലോ ത്രൂ ദിസ് 5 ഓം. 5 ഓമിന് എന്തോ V2 - V1/5 എന്ന് എഴുതാം. ഈ 2 ഓമിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് V2/2 ആണ്. പ്ലസ് ഈ ബ്രാഞ്ചിലുള്ള കറണ്ട് എന്ന് പറയുന്നത് V2 - 8/2. ദറ്റ് ഈസ് ഈക്വൽ. ഇതാണ് രണ്ടാമത്തെ ഇക്വേഷൻ. അപ്പം നമുക്കിവിടെ എഴുതാം -V1/5 പ്ലസ് 1/2 പ്ലസ് 1/2 പ്ലസ് 1/5 ഇൻറ്റു V2 ഈസ് ഈക്വൽ ടു ദിസ് -8/2. അപ്പുറത്ത് പോകുമ്പോൾ 4 ആവും. ഇതാണ് ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ നമുക്ക് ഇവിടെയും നേരത്തെ പോലെ തന്നെ നമുക്ക് മെട്രിക്സിൽ നമുക്ക് എഴുതാം 1/2 പ്ലസ് 1/5 മൈനസ് 1/5 മൈനസ് 1/5 1/2 പ്ലസ് 1/2 പ്ലസ് 1/5 ഇൻറ്റു V1 V2 ഇസ് ഈക്വൽ ടു 4 എന്ന് നമുക്ക് കിട്ടും. സോ അങ്ങനെ കിട്ടുമ്പം ഇത് നമ്മൾ ഈ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് V1ൻ്റെയും V2ൻ്റെയും വാല്യൂ കിട്ടും. V1 7 വോൾട്ടും V2 എന്ന് പറയുന്നത് 4.5 വോൾട്ട് എന്ന് കിട്ടും. ഇനി നമുക്ക് അറിഞ്ഞിരിക്കേണ്ട വേറൊരു കാര്യം, നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കറണ്ട് ത്രൂ 5 ഓം റെസിസ്റ്റർ. അപ്പോൾ 5 ഓമിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് ഇതാണ്. എന്താണ്? 2 പൊട്ടൻഷ്യലുണ്ട്. V1 - V2/5 ആണ് എഴുതാൻ. അതാണ് കറണ്ട് ത്രൂ 5 ഓം റെസിസ്റ്റർ എന്ന് പറയുന്നത്. സോ ഫൈനൽ ആൻസർ കറണ്ട് ത്രൂ 5 ഓം റെസിസ്റ്റർ ഇസ് ഈക്വൽ ടു V1 - V2/5. ഇറ്റ്സ് ഈക്വൽ ടു 7 - 4.5 ഡിവൈഡഡ് ബൈ 5. അപ്പം ദറ്റ് ഈസ് ഈക്വൽ ടു 0.5 ആംപിയർ എന്ന് കിട്ടും. ഇതാണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അടുത്തതായിട്ട് മാഗ്നറ്റിക് സർക്യൂട്ട്സിലെ പ്രോബ്ലമാണ് 8th ക്വസ്റ്റ്യൻ. റെക്ടാങ്കുലർ ഷേപ്പ് അയൺ കോർ. അപ്പോൾ ഇതേപോലുള്ള പ്രോബ്ലം ചോദിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് തന്നിരിക്കുന്ന ഡേറ്റാസ് ആദ്യം തന്നെ എഴുതുക. എഴുതിക്കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി വെരി ഈസി. സോ റെക്ടാങ്കുലർ ഷേപ്പ് കോർ ഹാസ് an air gap of 0.9 cm. So LG will be equal to 0.9 cm. അതായത് 0.9 × 10⁻⁻2 മീറ്റർ നമ്മൾ എഴുതി. മീൻ ലെങ്ത് ഓഫ് ദി ഫ്ലക്സ് പാത്ത് അതായത് L ഈസ് ഗിവൺ as 39.99 cm. അതായത് 39.99 × 10⁻⁻2 മീറ്റർ. ഓൾവേസ് മാഗ്നറ്റിക് സർക്യൂട്ട്സിലെ പ്രോബ്ലം നിങ്ങൾ ചെയ്യുമ്പോൾ മീറ്ററിൽ കൺവേർട്ട് ചെയ്ത് ചെയ്യുക. ദറ്റ് ഈസ് ഈസി. Relative permeability of the iron is given as 2000. Then number of turns is given as N is equal to 1000 turns. Then cross sectional area is A is given as 9 cm². അതായത് 9 × 10⁻⁻4 മീറ്റർ സ്ക്വയർ നമുക്ക് എഴുതാം. ഫ്ലക്സ് നമുക്ക് തന്നിട്ടുണ്ട് 1 മില്ലി വെബർ എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. 1 മില്ലി വെബർ എന്ന് പറഞ്ഞാൽ 1 × 10⁻³ നമ്മളിത് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് കറണ്ടാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കറണ്ട് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കറണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇക്വേഷൻസ് അഗെയിൻ നമ്മുടെ ചാനലിൽ ഒരു സ്റ്റെപ്സ് ടു ഫോളോ മാഗ്നറ്റിക് സർക്യൂട്ട്സ് എന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. മാഗ്നറ്റിക് സർക്യൂട്ട്സിലെ പ്രോബ്ലംസ് ചെയ്യുമ്പം എങ്ങനെ നമുക്ക് ഇക്വേഷൻസ് ഓർത്തിരിക്കാം, എങ്ങനെ ഏത് രീതിയിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഓർത്തിരിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നോക്കുമ്പം നമുക്ക് ഈസി ആയിട്ട് കിട്ടും. കറണ്ട് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ MMF എന്നേ കിട്ടത്തുള്ളൂ. സോ ഫ്ലക്സ് ഇസ് ഈക്വൽ ടു MMF ബൈ റിലക്റ്റൻസ്, അതായത് NI/S എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ വാട്ട് ഈസ് I ഈസ് ഈക്വൽ ടു ഫ്ലക്സ് ഇൻറ്റു റിലക്റ്റൻസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടേൺസ്. അപ്പോൾ ഇതിൽ ഫ്ലക്സും അറിയാൻ നമ്പർ ഓഫ് ടേൺസ് വരാൻ റിലക്റ്റൻസ് കണ്ടുപിടിക്കണം. അപ്പോൾ റിലക്റ്റൻസ് എന്ന് പറയുന്നത് S ഇസ് ഈക്വൽ ടു S ഓഫ് അയൺ പ്ലസ് S ഓഫ് എയർ ഗ്യാപ്പ് രണ്ടും കൂടെ ചേരുന്നതാണ് ടോട്ടൽ റിലക്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പം
L by mu 0 mu r a plus L g divided by mu 0 mu r into a. ഇതാണ് ഇക്വേഷൻ. അപ്പോൾ എൽ എന്ന് പറയുന്നത് അയൺ പാത്തിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 39.99 ഇൻറ്റു 10⁻⁻² ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു 10⁻⁻7. റിലേറ്റീവ് പെർമിബിലിറ്റി 2000 ഇൻറ്റു ഏരിയ 9 ഇൻറ്റു 10⁻⁴ പ്ലസ് ലെങ്ത് ഓഫ് ദി എയർ ഗ്യാപ്പ് ഇസ് 0.9 ഇൻറ്റു 10⁻⁻² ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു 10⁻⁻7 ഇൻറ്റു mu r is given as 1 9 into 10⁻⁻4. So അങ്ങനെയാണെന്നുണ്ടെങ്കിൽ we get S is equal to എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 81.305 into 10⁵ എന്ന് കിട്ടും. ഇതാണ് റിലക്റ്റൻസ് നമുക്ക് കിട്ടുന്നത്. ദെൻ റിലക്റ്റൻസ് അത് കിട്ടുകയാണെങ്കിൽ വാട്ട് ഈസ് ദ നേച്ചർ ഓഫ് കറണ്ട്, വാട്ട് ഈസ് I is equal to 5 into S by N. 5 എന്ന് പറയുന്നത് 1 milliweber. So 1 into 10⁻⁻3. എസ് എന്ന് പറയുന്നത് 81.305 ഇൻറ്റു 10⁵ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടേൺസ് ഇസ് 1000. ചെയ്യുമ്പോൾ വി ഗെറ്റ് ദ കറണ്ട് ആസ് 8.1305 ആംപിയർ എന്ന് കിട്ടും. 8.1305 ആംപിയർ. ഇതാണ് ഇതിന് ക്വസ്റ്റിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. വി ക്യാൻ മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 9th ക്വസ്റ്റ്യൻ എ. 9th ക്വസ്റ്റ്യൻ എ എന്ന് പറയുന്നത് sinusoidal voltage of V is equal to 325 sin 344t when applied across an RL series circuit having a current of I is equal to 14.14 sin 314t minus 60 degree flowing through the circuit. Calculate the value of L and R. Also calculate the power consumed. That's the question. But V is equal to 325 sin 314t. I is equal to 14.14 sin of 314t minus 60 degree. അപ്പോൾ ഇതിലൊരു കാര്യം മനസ്സിലാക്കേണ്ട ഒരേ ഒരു കാര്യം ഈസിയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് ഈസ് വി എം അല്ലെങ്കിൽ വാട്ട് ഈസ് വി സ്റ്റാൻഡേർഡ് ഇക്വേഷൻ. വി ഈസ് ഈക്വൽ ടു വി എം സൈൻ ഒമേഗ ടി. വെൻ കമ്പയറിങ് വി എം എന്ന് പറയുന്നത് 325 ആണ്. അതേപോലെ ഐ ഈക്വൽ ടു ഐ എം സൈൻ ഒമേഗ ടി. സോ സൈൻ ഒമേഗ ടി മൈനസ് സം 5 ആണെന്നുണ്ടെങ്കിൽ 5 എന്ന് പറയുന്നത് ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ വോൾട്ടേജ് ആൻഡ് കറണ്ട്. അപ്പോൾ ഈ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഫൈവ് എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ്. ഫേസ് ആംഗിൾ ബിറ്റ്വീൻ വോൾട്ടേജ് ആൻഡ് കറണ്ട് ഈസ് 60 ഡിഗ്രി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വാട്ട് ഈസ് പവർ ഫാക്ടർ? പവർ ഫാക്ടർ ഇസ് cos 60. പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ cos 60 ദറ്റ് ഈസ് ഈക്വൽ ടു 0.5 പവർ ഫാക്ടർ കിട്ടും. ക്ലിയർ? സോ ഫസ്റ്റ് തിങ് വാട്ട് ഈസ് ദ പവർ കൺസ്യൂം? P ഈസ് ഈക്വൽ ടു VI cos 5. അപ്പോൾ എപ്പോഴും ഓർക്കുക, നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് RMS വാല്യൂ എടുത്ത് വേണം ഇവിടെ ചെയ്യാൻ. VRMS ഇൻറ്റു IRMS ഇൻറ്റു cos 5. RMS എന്ന് പറയുന്നത് VM/√2, അതായത് 325/√2 ഇൻറ്റു 14.14 ഡിവൈഡഡ് ബൈ √2 cos 5 അതായത് cos 60 ചെയ്ത് കഴിയുമ്പം നമുക്ക് വി ഗെറ്റ് ദി ആൻസർ. എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ പവർ കൺസേർവ് RMS വാല്യൂടെ കണ്ടുപിടിക്കാവൂ. സോ അങ്ങനെ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് 1150 വാട്ട് നമുക്ക് കിട്ടും. ഇനി സെക്കൻഡ് തിങ് വി ഹാവ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് R ആൻഡ് L. സോ അതിനുവേണ്ടി നമുക്ക് cos 5 ഇമ്പിഡൻസ് ട്രയാങ്കിൾ അനുസരിച്ച് cos 5 നമുക്കറിയാം cos 5 is equal to R by Z. cos 5 is equal to R by Z. So what is R? R is equal to Z cos 5 നമുക്ക് എഴുതാം. Z is equal to R cos 5. R is equal to Z cos 5. Z എന്ന് പറയുന്നത് എന്താണ്? V by I നമുക്ക് ചെയ്താൽ മതി. V by I അതായത് നമുക്ക് എന്തോ 325/√2 ഡിവൈഡഡ് ബൈ 14.14 ഡിവൈഡഡ് ബൈ √2 cos 60. cos 5 is cos 60. cos 5 is 0.2. ഓക്കെ, സോറി 0.5. അപ്പോൾ അതായത് ഇസഡ് എന്ന് പറഞ്ഞാൽ V/I. ഇസഡ് ഇസ് ഈക്വൽ ടു V/I. അതാണ് ഞാൻ വിയും ഐയും എടുത്തത്. സോ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് 11.5 ഓം എന്ന് കിട്ടി. 11.5 ഓം. അപ്പോൾ ഇസഡും കിട്ടി ആറും കിട്ടിയ എക്സ് കണ്ടുപിടിക്കാം. എക്സ് ഈസ് ഈക്വൽ ടു √(Z² മൈനസ് R²). ഇസഡ് എന്ന് പറയുന്നത് ഇസഡ് ഈസ് ഈക്വൽ ടു √325/√2 ഡിവൈഡ് ബൈ 14.14 ഡിവൈഡ് ബൈ √2 എന്ന് പറയുന്നത് 23 ആണ്. So 23² minus 11.5² that is equal to 19.918 ohm എന്ന് കിട്ടും. So x കിട്ടിയ സ്ഥിതിക്ക് x is equal to 2πfl, that is 2πfl is equal to 19.198. So L is equal to 19.18 divided by 2π into 50. അത് ചെയ്യുമ്പം എല്ലിൻ്റെ വാല്യൂ നമുക്ക് കിട്ടും 0.0634 Henry. So now we get the value of R. We get the value of R is equal to 11.5, L is equal to 0.0634 and power is equal to 1150 watt. അപ്പോൾ ഇതാണ് ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ചെയ്യേണ്ടത്. ഈച്ച് ക്യാരിങ് 2 മാർക്സ് നമുക്ക് കിട്ടും.
The next one is distinguish between statically induced EMF and dynamically induced EMF ആണ്. അപ്പോൾ സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMFന് കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMF ആണ് നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് മെയിൻലി ഓഫ് ടു ടൈപ്സ്. സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMF ടു ടൈപ്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടക്ടർ റിമൈൻസ് സ്റ്റേഷനറി. കണ്ടക്ടർ റിമൈൻസ് statically induced EMF ആണ് ഡിസ്കസ് ചെയ്യുമ്പം കണ്ടക്ടർ റിമൈൻസ് സ്റ്റേഷനറി ആൻഡ് ഫ്ലക്സ് ലിങ്കേജ് വിത്ത് ഇറ്റ് ഈസ് ചേഞ്ച്ഡ്. ഇതൊരു കാര്യം. സോ മെയിൻലി ദർ ആർ ടു ടൈപ്സ് ഓഫ് സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMF. ടു ടൈപ്സ്. വൺ ഈസ് സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF. അടുത്തത് മ്യൂച്വൽ ഇൻഡ്യൂസ്ഡ് EMF. സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF ആൻഡ് മ്യൂച്വൽ ഇൻഡ്യൂസ്ഡ് EMF രണ്ട് രീതിയിലുണ്ട്. ഇപ്പോൾ സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ EMF ഇൻഡ്യൂസ്ഡ് ഇൻ എ കോയിൽ ഡ്യൂ ടു ചേഞ്ച് ഇൻ ഇറ്റ്സ് ഓൺ ഫ്ലക്സ് ലിങ്കേജ്. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ then it is called as self induced EMF. മ്യൂച്വൽ ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത് EMF induced in a circuit by changing the current in the neighboring circuit. Okay, in the changing in the neighboring circuit. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് കോൾഡ് മ്യൂച്വൽ ഇൻഡ്യൂസ്ഡ് EMF. ഇനി അടുത്തത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡൈനമിക്കലി ഇൻഡ്യൂസ്ഡ് EMF. ഡൈനമിക്കലി ഇൻഡ്യൂസ്ഡ് EMFിൻ്റെ കേസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കണ്ടക്ടർ മൂവിങ് ആയിരിക്കും, ഫീൽഡ് ആയിരിക്കും സ്റ്റേഷനറി ആയിരിക്കുന്നത്. ഫീൽഡ് ഈസ് സ്റ്റേഷനറി, കണ്ടക്ടർ ഈസ് മൂവിങ്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഫ് യു ആർ കൺസിഡറിങ് എ മാഗ്നറ്റിക് ഫീൽഡ്, ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ബി ഉള്ള ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ഉണ്ട്. ഇവിടെ ഒരു കണ്ടക്ടർ എൽ ലെങ്ത്തിലുള്ള ഒരു കണ്ടക്ടറെ കൺസിഡർ ചെയ്യുകയാണ്. അപ്പോൾ ഈ എൽ ലെങ്ത്തുള്ള കണ്ടക്ടർ മൂവ് ചെയ്തു. സപ്പോസ് ഇറ്റ് ഈസ് മൂവ് വിത്ത് എ വെലോസിറ്റി വി. അപ്പോൾ ഇത് ഷിഫ്റ്റ് ചെയ്ത ആംഗിൾ എന്ന് പറഞ്ഞാൽ തീറ്റ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അത്രയും കണ്ടക്ടർ അത്രയും ഫീൽഡിനെ കട്ട് ചെയ്തിരിക്കുന്നുണ്ട്. അവിടെ ഉണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് EMFനെ E ഈസ് ഈക്വൽ ടു BLV സൈൻ തീറ്റ എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇൻഡ്യൂസ്ഡ് EMF കാൽക്കുലേറ്റ് ചെയ്യാം. സോ ദീസ് ആർ ദ ബേസിക് ഡിഫറൻസ് ബിറ്റ്വീൻ ദ സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMF ആൻഡ് ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മൂന്നാമത്തെ മോഡലുള്ള ക്വസ്റ്റ്യൻ ആണ്. ടു ഇംപിഡൻസ് Z1 and Z2 when connected separately across 220 volt 50 Hz supply consume 300 watt and 150 watt at a power factor of 0.4 lagging and 0.7 leading respectively. When the two impedances are contained in series across the same supply, find the total power consumed and overall power factor. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ രണ്ട് ഇംപിഡൻസ് ഉണ്ടായിരുന്നു, Z1 and Z2. അപ്പം ജസ്റ്റ് ഇമാജിൻ നമുക്ക് ആദ്യം ഒരു ഇംപിഡൻസ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. Z1 എന്ന് പറയുന്നത് ഇവിടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് I1 എന്ന് വിചാരിക്കുക. അപ്പം ഇവിടെ ഉണ്ടാകുന്ന സപ്ലൈ എന്ന് പറഞ്ഞാൽ 220 വോൾട്ടാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയ പവർ 300 വാട്ടും പവർ ഫാക്ടർ എന്ന് പറയുന്നത് 0.4 ലാഗും ആയിരുന്നു. ഇറ്റ്സ് ദ ഫസ്റ്റ് കേസ്. രണ്ടാമത് വേറൊരു ഇംപിഡൻസ് ഉണ്ടായിരുന്നു, Z2 എന്ന് പറയുന്നൊരു ഇംപിഡൻസ് ഉണ്ടായിരുന്നു. അതിൽ ഫ്ലോ ചെയ്യുന്ന കറണ്ട് I2 എന്ന് എടുക്കുകയാണെങ്കിൽ ഇതിന് അക്രോസ് ആയിട്ടുള്ള കൊടുക്കുന്ന വോൾട്ടേജ് 220 വോൾട്ടും അവിടുത്തെ പവർ എന്ന് പറയുന്നത് 150 വാട്ടുമാണ്. അപ്പോൾ ഇവിടെ 0.7 ലീഡാണ് ഇവിടെ ഉള്ളത് പവർ ഫാക്ടർ. നമ്മുടെ ചോദ്യം ഇത് സെപ്പറേറ്റ് ആയിട്ട് കണക്ട് ചെയ്തപ്പോൾ ഇങ്ങനെയാണ്. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിലുള്ള ഓവറോൾ പവർ ഫാക്ടറും ഓവറോൾ പവറും എന്തുവാണെന്ന് നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഇൻഡിവിജ്വലി ഓരോന്നിൻ്റെയും ഇമ്പിഡൻസിൻ്റെ വാല്യൂ എന്താണെന്നുള്ളത് ആദ്യം കണ്ടുപിടിക്കുക. എന്നാൽ മാത്രമേ നമുക്കതിനെ ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ അതിനുവേണ്ടി പവർ എന്ന് പറയുന്നത് P ഈസ് ഈക്വൽ ടു VI1 cos phi ഈസ് ഈക്വൽ ടു ഗിവൺ as 300. അപ്പം വാട്ട് ഈസ് I1 എന്ന് പറയുന്നത് 300 ഡിവൈഡഡ് ബൈ V എന്ന് പറയുന്നത് 220 വോൾട്ട് ഇൻറ്റു 0.4. ഇത് ചെയ്ത് കഴിയുമ്പം നമുക്ക് 3.41 ആംപിയർ എന്ന് കിട്ടി. ഇതാണ് നമ്മുടെ കിട്ടിയ കറണ്ട്. I1ൻ്റെ കറണ്ട് നമ്മൾ 3.41. സോ അങ്ങനെയാണെങ്കിൽ I1 ക്യാൻ ബി റിട്ടൺ ആസ് 3.41 ആംഗിൾ കോസ് ഇൻവേഴ്സ് ഓഫ് 0.4 എന്ന് നമുക്ക് എഴുതാം. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ
കോസ് ഇൻവേഴ്സ് 0.1 എന്ന് പറയുന്നത് 66.42 ഡിഗ്രി. ഇവിടെ ഞാൻ മൈനസ് ഇടാനുള്ള കാരണം ഇവിടെ ലാഗ് എന്ന് പറഞ്ഞുകൊണ്ടാണ് മൈനസ് ഇട്ടിരിക്കുന്നത്. സോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് Z1? Z1 is equal to V1/I1, അതായത് 220 ഡിവൈഡഡ് ബൈ 3.41 ആംഗിൾ മൈനസ് 66.42 ഡിഗ്രി ചെയ്ത് കഴിഞ്ഞാൽ Z1ൻ്റെ വാല്യൂ 25.8 പ്ലസ് J59.1 എന്ന് കിട്ടും. അതായത് Z1 can witness 64.52 ആംഗിൾ 66.42 ഡിഗ്രി. ഇതാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് നമുക്ക് Z1 കിട്ടി. ഇതേപോലെ നമ്മൾ Z2ലും കണ്ടുപിടിക്കണം. അപ്പോൾ V2I2 cos phi is equal to 150 എന്ന് നമുക്ക് കിട്ടും. V2 അല്ല V. What is I2? I2 is equal to 150 divided by 220 into 0.7. അപ്പോൾ നമുക്ക് കറണ്ട് കിട്ടും. കറണ്ട് എന്ന് പറയുന്നത് ഇവിടെ ഈ കേസിൽ 0.97 ആംപിയർ എന്ന് കിട്ടും. സോ I2 is equal to 0.97 ആംഗിൾ കോസ് ഇൻവേഴ്സ് ഓഫ് 0.7 നമുക്ക് എഴുതാം. ദാറ്റ് ഈസ് 0.97 ആംഗിൾ 45.57 ഡിഗ്രി എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് Z2? Z2 is equal to V/I2, that is equal to 220 divided by 0.97 ആംഗിൾ 45.57 നമുക്ക് എഴുതി. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടും Z2 is equal to 158.8 minus J161.2, or Z2 is equal to 226.8 angle minus 45.7 degree എന്ന് കിട്ടും. മൈനസ് 45.57. ഇനി ഇത് രണ്ടും കൂടെ ഞാൻ കമ്പൈൻ ചെയ്യാൻ പോവാണ്. പിന്നെ നമുക്ക് കിട്ടിയ രണ്ടെണ്ണവും കൂടെ കമ്പൈൻ ചെയ്യാണ്. Z1 Z2 ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുന്നു. കമ്പൈൻ ചെയ്യുമ്പോൾ ലെറ്റ് ഇറ്റ് ബി ദ കറണ്ട് വിൽ ബി I ആയിട്ട് എടുക്കുന്നു. ഇവിടെ നമ്മൾ 220 വോൾട്ടാണ് ഇവിടെ നമ്മൾ കൊടുത്തത്. സോ വാട്ട് ഈസ് I ഈസ് ഈക്വൽ ടു V upon Z1 പ്ലസ് Z2. സോ V ഈസ് 220 ഡിവൈഡഡ് ബൈ Z1 നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന അത്രേ ഉള്ളൂ. We can write here 220 divided by 64.52 angle 66.42 into plus 226.8 angle minus 45.57 ചെയ്യുമ്പം we get 0.91 plus J0.51, അതായത് നമുക്കിവിടെ കിട്ടും 1.04 ആംഗിൾ 29.1 എന്ന് നമുക്ക് കിട്ടും. സോ ഓവറോൾ പവർ ഫാക്ടർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ കമ്പൈൻഡ് പവർ ഫാക്ടർ എന്ന് പറയുന്നത് കോസ് ഓഫ് 29.1, ദാറ്റ് ഈസ് നത്തിങ് ബട്ട് 0.87. അപ്പോൾ ഇവിടെ ദിസ് വിൽ ബി പ്ലസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ദിസ് ഈസ് പ്ലസ്, ഹിയർ ഇറ്റ് ഈസ് മൈനസ്. ഫൈൻ. കോസ് 29.1 എന്ന് പറഞ്ഞാൽ 0.87 എന്ന് കിട്ടി. ഇനി ടോട്ടൽ പവർ, so we can write total power is equal to VI cos phi, that is equal to 220 into 1.04 into 0.87. അപ്പോൾ നമുക്ക് 199.1 വാട്ട് എന്ന് നമുക്ക് കിട്ടും. ഇതാണ് ടോട്ടൽ പവർ കൺസ്യൂംഡ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 3 similar coils, each having a resistance of 5 ohm and an inductance of 0.02 Henry are connected across 440 volt 3 phase 50 Hz supply. Calculate the line current and total power absorbed when connected in star and delta. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ് വെച്ച് നമുക്ക് ആദ്യം എല്ലാം കണ്ടുപിടിക്കാം. തന്നിരിക്കുന്നത് R is equal to 5 ohm, L is given as 0.02 Henry, 440 വോൾട്ട് തന്നിരിക്കുന്ന ലൈൻ വോൾട്ടേജ് ആണ്. പിന്നെ 3 phase 50 Hz എന്നും കൂടെ തന്നിട്ടുണ്ട്. അപ്പം what is Z? Z is equal to root of R square plus XL square. അതായത് root of R square എന്ന് പറയുമ്പോൾ 5 square plus XL എന്ന് പറഞ്ഞാൽ 2 pi FL. So 50 into 0.02 the square. So we can get we are simplifying this 8.03 ohm എന്ന് കിട്ടും. So XL is nothing but 2 pi FL. അതായത് നേരിട്ട് ഇതിൻ്റെ അകത്ത് തന്നെ നേരിട്ട് ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. So something around we get 6.28. So 5 square plus 6.28 square will be 8.03 ohm എന്ന് നമുക്ക് കിട്ടും. Now first case, in the case of star case,
വാട്ട് ഈസ് ഐ ഫേസ്? ഐ ഫേസ് ഈസ് ഈക്വൽ ടു വി ഫേസ് ഡിവൈഡഡ് ബൈ ഇസഡ്. വി ഫേസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം സ്റ്റാർ കണക്ഷനിൽ ഇത് മാത്രം ഓർക്കുക, സ്റ്റാർ കണക്ഷനിൽ ലൈൻ വോൾട്ടേജ് എന്ന് പറയുന്നത് √3 ടൈംസ് ഫേസ് വോൾട്ടേജ് ആയിരിക്കും. ലൈൻ വോൾട്ടേജ് ഈസ് ഈക്വൽ ടു √3 ടൈംസ് ഫേസ് വോൾട്ടേജ്. അതേപോലെ ലൈൻ കറണ്ടും ഫേസ് കറണ്ടും ഈക്വൽ ആണ്. ഡെൽറ്റയുടെ കേസിലാണെന്നുണ്ടെങ്കിൽ ലൈൻ വോൾട്ടേജ് ആൻഡ് ഫേസ് വോൾട്ടേജ് ആർ ഈക്വൽ. ലൈൻ കറണ്ട് ഈസ് ഈക്വൽ ടു √3 ടൈംസ് ഫേസ് കറണ്ട് ആയിരിക്കും. ഈ ഒരു ഫോർമുല നമ്മൾ അറിഞ്ഞിരിക്കുക. അപ്പോൾ ഈ കേസിൽ നമുക്ക് എഴുതാം വി ഫേസ് എന്ന് പറയുന്നത് 440 ഡിവൈഡഡ് ബൈ √3 ഡിവൈഡഡ് ബൈ 8.03. ഓക്കെ, 440 okay, so again so this is 440 divided by √3 divided by 8.03 ചെയ്യുമ്പോൾ നമുക്ക് ഫേസ് കറണ്ട് നമുക്ക് കിട്ടും. ദാറ്റ് ഈസ് 31.635 ആംപിയർ വി ഗെറ്റ്. നൗ so I phase that is equal to IL that is equal to 31.635 ampere തന്നെ ആയിരിക്കും. So what is power? Power is equal to √3 VL IL cos phi. So cos phi കണ്ടുപിടിക്കണം. Cos phi is equal to R by Z. R is given as 5, Z is 8.03. So 5 divided by 8.03 we get 0.622. We get 0.622. So P is equal to √3 into 440 into 31.635 into 0.622 ചെയ്ത് കഴിയുമ്പം we get the answer 14995. Approximately we get 15,000 watts. Okay, 15,000 watts. Now in the case of delta നമ്മൾ ചെയ്യുന്ന മുന്നേ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സ്റ്റാറിൽ എത്രയാണോ കിട്ടുന്നത് അതിൻ്റെ 3 ടൈംസ് ആയിരിക്കും കിട്ടുന്നത് ഡെൽറ്റയിലേക്ക്. അതിനെക്കുറിച്ച് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, കാണാത്തവരൊന്ന് കാണുക. സോ ഇൻ ദ കേസ് ഓഫ് ഡെൽറ്റ കണക്ഷൻ, ഡെൽറ്റയിലെ കേസിലാണ് നമ്മൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ഐ ഫേസ് എന്ന് പറയുന്നത് വി ഫേസ് ഡിവൈഡഡ് ബൈ √3. ഇവിടെ വി ഫേസ് ലൈൻ ഫേസും ലൈൻ വോൾട്ടേജും ഫേസ് വോൾട്ടേജ് ഈക്വൽ ആണ്. സോ 440 തന്നെയാണ്. സോറി ഇറ്റ് ഈസ് നോട്ട് ഇസഡ്. ഓക്കെ, 440 divided by 8.03. 440 divided by 8.03. So directly we get 54.79 ampere നമുക്ക് ഇവിടെ കിട്ടും. So what is line current? Line current is equal to √3 times phase current. That is √3 into 54.79. That is equal to 94.9 ampere. Now what is power? Power is equal to √3 VLIL cos phi. That is equal to √3 into line voltage is 440 into 94.9 into our power factor is 0.622. ചെയ്യുമ്പം നമുക്ക് 44,985.2 വാട്ട്സ് എന്ന് കിട്ടും. സോ ഓൾമോസ്റ്റ് നമുക്ക് സ്റ്റാറിൽ എത്രയാണ് കിട്ടിയത് അതിൻ്റെ 3 ടൈംസ് ആയിരിക്കും നമുക്കിവിടെ കിട്ടുന്നത്. സോ ഐ ഹോപ്പ് ഈ ഒരു സെഷൻ നമുക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ളത് ഡിസംബർ 2023 EST 130 ബേസിക്സ് ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിലെ പാർട്ട് 1 ബേസിക് ഇലക്ട്രിക് എഞ്ചിനീയറിംഗിനുള്ള ചോദിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പം ഇതെല്ലാവർക്കും ഉപയോഗപ്രദമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഏതെങ്കിലും ക്വസ്റ്റ്യൻസിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഈ വീഡിയോയിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് മനസ്സിലായെന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.